മോളിവുഡിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് അടിയാൻ വേണ്ടിയിട്ട് അവർ വരുന്നു. ലാലേട്ടനും ദിലീപേട്ടനും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. ഭയം, ഭക്തി, ബഹുമാനം. ദിലീപ് എന്ന ആക്ടർ ഒരു കാലത്ത് ചെയ്ത റോളുകളും ഉണ്ടാക്കിയ ഓളവും ഇന്ന് നമ്മൾ ആ സിനിമകളെടുത്ത് കാണുന്ന സമയത്ത് ഇത്രത്തോളം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഫിലിംസുകൾ അഭിനയിച്ച മറ്റൊരു നടൻ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ദിലീപ് എന്ന ആക്ടറിന്റെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട് പഴയ കുറച്ച് സിനിമകളുടെ പേര് തന്നെ പറഞ്ഞാൽ മതി. കുഞ്ഞിക്കൂനൻ, സൗണ്ട് തോമ, മായാമോഹിനി, ചാന്ത് പൊട്ട്. ഈ പറഞ്ഞ ഓരോ ക്യാരക്ടറും ചെറിയൊരു മീറ്ററിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കോമാളിത്തരമായി പോവേണ്ട അല്ലെങ്കിൽ കൈവിട്ട് പോവേണ്ട ക്യാരക്ടേഴ്സിനെയാണ് എത്ര ഈസി ആയിട്ടാണ് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു ആക്ടറിന്റെ കഴിവെത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ മറ്റു ഭാഷയിൽ റീമേക്ക് ചെയ്ത സമയത്ത് ആ ആക്ടേഴ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതികൾ മാത്രം നോക്കിയാൽ മതി. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും ചിന്തിക്കുകയും ഒരുപോലെ ചെയ്യുന്ന അത് ദിലീപ് സിനിമകളായിരിക്കും. അല്ലെങ്കിൽ അതിൽ എവിടെയെങ്കിലും ദിലീപിന്റെ പ്രസൻസും ഉണ്ടാവും. ദിലീപ് എന്ന ആക്ടറിന്റെ കൂടെ ഏത് കോ ആക്ടേഴ്സ് വന്ന് ഒരു കോമ്പിനേഷൻ വന്നാലും അവർ തമ്മിലുള്ള കെമിസ്ട്രി, അതിനൊക്കെ എക്സാമ്പിൾ ഞാനിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ലിസ്റ്റ് പോലെ തന്നെ ഫിലിംസുകൾ കിടപ്പുണ്ട്. ഇന്നത്തെ നമ്മളെ ന്യൂജൻ തലമുറയിലുള്ള ആക്ടേഴ്സിനൊക്കെ അതുപോലത്തെ പല ക്യാരക്ടേഴ്സും ഇനി ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും നിൽക്കുന്ന അതേ സ്റ്റേജിൽ തന്നെ നിൽക്കേണ്ട ഒരു ആക്ടർ ആയിരുന്നു. പക്ഷേ പല ഇഷ്യൂസും വന്നു, ആ ആക്ടർ അവിടെ ഡൗൺ ആയി. അദ്ദേഹം മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സിന്റെ പവറും അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു പോയതുകൊണ്ടും എങ്ങനത്തേക്ക് സിനിമകൾ കൊണ്ടുവന്നാലും നമുക്ക് മനസ്സിലുള്ളത് ആ ഒരു മുഖമാണ്. കാരണം നമ്മൾ ഇപ്പോഴും യൂട്യൂബിലായാലും അവിടെ എവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സിനിമകളുടെ കട്ട്സും ക്ലിപ്പുകളും ഒക്കെയാണ്. നല്ല സിനിമകളെന്ന് പറഞ്ഞത് ബാന്ദ്രായൊന്നും അല്ല കേട്ടോ. കമ്മാര സംഭവം പോലത്തെ ഫ്ലോപ്പായി പോയത്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല സിനിമകളും ചെയ്തിട്ടുണ്ട് ഈ കൂട്ടത്തിനകത്ത്. ഈ സിനിമകളിലൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള റോളും ഒപ്പം പണ്ടത്തെ പോലെ തന്നെ കുറച്ച് കോമഡി എലമെന്റ്സും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഫുള്ളി അപ്ലൈ ചെയ്ത പോലത്തെ സിനിമകളായിരുന്നു ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കാണുന്ന സമയത്ത് അത്രത്തോളം ആ ഒരു പഴയ ഇമ്പാക്റ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇനി വരാനിരിക്കുന്ന ഭപ്പ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ദിലീപ് എന്ന ആക്ടറിന്റെ ആ ഒരു പഴയ എനർജി നമുക്ക് മിസ്സാവില്ല എന്നുള്ളത് ടീസറും മറ്റു കാര്യങ്ങളും വെച്ച് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ പേര് പറയണ ഭയം, ഭക്തി, ബഹുമാനം എന്ന് പറഞ്ഞ ഈ സിനിമയുടെ 2 ടീസേഴ്സ് എന്തോ വന്നിട്ടുണ്ട്. ആ 2 ടീസേഴ്സും കണ്ട ഒരു ഇതിൽ ഞാൻ പറയാം. ഈ സിനിമ എന്ന് പറയുന്നത് ലോജിക്ക് നോക്കണ്ട, മറ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഈ സിനിമ കാണരുത് എന്നുള്ളത് തന്നെയാണ് ആ ടീസറിലൂടെ അവർ നമ്മൾക്ക് തരുന്നത്. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള മറ്റ് ആക്ടേഴ്സും ഒക്കെ പല ഇന്റർവ്യൂസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതും ഒപ്പം ലാലേട്ടനും ദിലീപേട്ടനും എടുത്തു പറഞ്ഞിട്ടുള്ളതും ഈ കാര്യം തന്നെയാണ്. ഭ്രാന്തന്മാരുടെ ഒരു ലോകമാണ്. ലോജിക്കുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളോ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളോ ഒന്നും ചർച്ച ചെയ്യുന്ന ഒരു സിനിമ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പഴയകാല ദിലീപ് സിനിമ പോലെ കണ്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചിറങ്ങി വരാൻ പറ്റിയ ഒരു സിനിമയാണ് എന്നുള്ള രീതിയിലാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നെസ് എന്ന് പറയുന്ന ഒറ്റ ടാഗ് ലൈനോടുകൂടിയാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒരാൾ ഒരു റിവ്യൂ ചെയ്യുന്ന പോലെ അതിനെ കീറി മുറിച്ച് ഇതിൽ ഇന്നതില്ലായിരുന്നു, ഇതിൽ അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഈ സിനിമയെ നമുക്ക് കീറി മുറിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ സിനിമ നിങ്ങൾക്ക് എൻജോയബിൾ ആയിട്ട് തോന്നില്ല എന്നുള്ള രീതിയിലാണ് അവരെല്ലാം ഇതിനകത്ത് പറയുന്നത്. ഇവർ 4 പേരും കൂടെ ഒരു ഫിലിമിന്റെ ഉള്ളിൽ വരുന്ന സമയത്ത് അത് ഇങ്ങനത്തെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ടെറൈനിൽ സെറ്റ് ചെയ്തൊരു കഥയിൽ ഇവർ 4 പേരും കൂടെ പ്ലേസ് ആവുന്ന സമയത്ത് അത് എത്രത്തോളം എൻഗേജിങ്ങും എൻ്റർടൈനിങ്ങും ആയിട്ടുള്ള ഫിലിമാക്കി അവർക്ക് മാറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ഒട്ടും ലോജിക്ക് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഫ്രഷ്നെസ് നോക്കണ്ട, ഒന്നും നോക്കണ്ട എന്നുണ്ടെങ്കിൽ പോലും ഈ 4 ക്യാരക്ടേഴ്സിനെയും ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് വരും. അല്ലെങ്കിൽ അവർ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ എത്രത്തോളം ബെറ്റർ ആയിരിക്കും എന്നുള്ളതും കൂടെയൊക്കെ ഇത് ഏതായിരിക്കും ഈ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു മാഡ്നെസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. നോ ലോജിക് കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ഫിലിം എന്ന് പറയുമ്പോൾ അതിനൊരു ആർക്ക് ഉണ്ടായിരിക്കും. അത് എങ്ങനെയൊക്കെ എവിടെ ഹൈ ആവണം, ഏതൊക്കെ ക്യാരക്ടേഴ്സ് എവിടെയാണ് ഹൈ ആയിട്ട് നിൽക്കേണ്ടത്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ആക്ടർ മറ്റേ ആക്ടറിൻ്റെ ഇതിൽ മുങ്ങിപ്പോവാത്ത രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സും അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ സിനിമ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പുതിയൊരു ബെഞ്ച് മാർക്കും കൂടി ആഡാവും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. 2 ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ദിലീപേട്ടനും ലാലേട്ടനും. ഒരു കാലത്ത് ലാലേട്ടൻ മമ്മൂക്ക ഫിലിംസിന് പോലും വെല്ലുവിളിയായിട്ട് ബോക്സ് ഓഫീസിൽ നിന്നൊരു ഫിലിംസ് ദിലീപേട്ടൻ്റെയാണ്. അത്തരത്തിൽ ദിലീപ് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നമ്മളെ ലാലേട്ടൻ ഓഡിയൻസ് പോലെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ഫിലിമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കാൻ ആ ഒരേ ഒരു റീസൺ മാത്രം മതി. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമുക്ക്
കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ഫിലിമിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കപ്പിളാണ്. നമ്മൾ കണ്ടിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ് അവർ. ഫഹീനും നൂറും ഷെരീഫും. ധനഞ്ജയ് ശങ്കർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ ദിലീപ് സിനിമകളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അവരുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടറിനെ കാണാൻ ആഗ്രഹിച്ചത് എന്നുള്ള രീതിയിലായിരിക്കും അവർ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവുക. എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിലീപ് ഏട്ടൻ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് എന്തായാലും ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടുമെന്നുള്ളത് ടീസറിൽ നിന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറിയും പ്ലോട്ടും ഒക്കെ ആ ഒരു ടീസറിനകത്ത് നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ 2 ഗ്യാങ് ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഒന്ന് ലാലേട്ടൻ ആൻഡ് ദിലീപ് ഏട്ടൻ ഒരു ഗ്യാങ്ങും ധ്യാൻ ആൻഡ് വിനീത് ഒരു ഗ്യാങ്ങും. വിനീതിൻ്റെ ക്യാരക്ടർ ഒരു പോലീസ് ആവാം. ആ ഒരു പോലീസ് ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ധ്യാനിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് കൂട്ടാം. ദിലീപ് ഏട്ടനാണ് ഈ സിനിമയിലെ ഒരു വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ സിനിമയ്ക്കകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത് ദിലീപ് ഏട്ടനാണ്. അതിൻ്റെ പേരിലാണ് ആ സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ആ പ്രശ്നങ്ങളെ ഒരാൾ വന്നിട്ട് ഇതിനെ എല്ലാം പരിഹരിക്കുന്ന ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നല്ല രീതിയിൽ പരിഹരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളുടെ മുകളിൽ വേറെ എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാവാം. അതായിരിക്കും നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോ ഒരു സംഭവം അതിനകത്ത് അവർ നടത്തുന്നുണ്ട്. ആ ഒരു മെയിൻ സാധനമായിരിക്കാം ആ ഒരു വണ്ടി. ഗില്ലി എന്ന സിനിമയ്ക്കകത്ത് അർജുനർ വില്ല എന്ന് പറഞ്ഞ സോങ്ങിനകത്തുള്ള അതേ വണ്ടി. ഈ ഒരു വണ്ടിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. ഈ ഒരു വണ്ടി ഡിപ്പെൻഡ് ചെയ്താവാം ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഈ വിനീതിൻ്റെ ധ്യാൻ്റെ പോലീസ് ടീംസ് തപ്പുന്നതും ഈ ഒരു വണ്ടിയുമായി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സംഭവമുണ്ട്. ദിലീപ് ഏട്ടൻ രക്ഷപ്പെടാൻ യൂസ് ചെയ്യുന്ന നമ്മളെ CID ന്യൂസിലൊക്കെ പോലെ ആ ഒരു ചേസിങ് ഉണ്ടല്ലോ, അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഈ അർജുന വില്ല സോങ് ഒക്കെ ആയിട്ടുള്ള ഒരു ചേസിങ് സീനും അത്തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കും ഈ ഒരു വണ്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദിലീപ് ഏട്ടൻ രക്ഷപ്പെടാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു വണ്ടി ആയിരിക്കാം. അതേ ഒരു മൂഡിൽ വിജയ് അതിനകത്ത് ദൃശ്യം കൊണ്ടുപോകുന്ന അതേ ഒരു മൂഡിൽ ദിലീപ് ഏട്ടൻ ഈ ഒരു വണ്ടിയിൽ പോകുന്ന ആ ഒരു CID ന്യൂസിലൊക്കെ വന്നോളത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ചേസിങ്ങിൻ്റെ ബേസിലായിരിക്കാം. എന്തായാലും ഈ ഒരു വണ്ടി ഒരു റെഫറൻസ് ആണ്. ആ ഒരു ഫിലിമുമായി റിലേറ്റഡ് ആയിട്ട് എന്തോ റെഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ റെഫറൻസ് അവർ കൊടുക്കുന്നതിന് ഒരു ലോജിക്കലി ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ടൈം ട്രാവലാണ്, ടൈം മിഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഒന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറുമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ലോജിക്കില്ലാത്ത സിനിമയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഫാൻറ്റസിയാണ്. ഇതിനകത്ത് എന്ത് കാര്യങ്ങളാണോ നടക്കാം. അതായത് നമ്മൾ റിയൽ ലൈഫിൽ സിനിമയിൽ കാണാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും. ഇതൊരു റിയലിസ്റ്റിക് ഫിലിം അല്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിലീപിൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും വഴിയിലൂടെ വിളിച്ചു വരുത്തുന്ന ഒരാളായിരിക്കാം നമ്മളുടെ ലാലേട്ടൻ. അത്തരത്തിലുള്ള ഒരു ലോജിക്കില്ലാത്ത ഒരു ഫുൾ മാസ് എൻ്റർടൈനർ, കോമഡി, ഫൺ, ഫാൻറ്റസി എല്ലാം കൂടെ മിക്സായിട്ടുള്ള നമ്മളെ മോളിവുഡിൻ്റെ ഒരു കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നൊസ്റ്റാൾജിയൊക്കെ അയവിറക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടായിരിക്കും പപ്പ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ ഒരു സിനിമ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു റീസൺ അതെന്താണ്? ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൂടെ ഒന്ന് അമർത്തിക്കുക. നമ്മൾ 4K സബ്സ്ക്രൈബേഴ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നമ്മൾ അവിടെ എത്തും. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും പടം വരട്ടെ. പടം വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. റീസെൻറ്റ് വീഡിയോസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ വീഡിയോ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ഇറ്റ്സ് മീ അൻഷാ നിസാർ.